ത്തിന്റെ ദീനം എന്റെ മനുഷ്യനെ ഈ കുന്നായ്മ തരം. പ്ലീസ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വന്നാട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. 7:55. അപ്പോ ഈ നേരത്തിനെങ്ങാണ്ട് ഒരു ഗുളിക ഉണ്ടായിരുന്നു നമുക്ക്, ഇല്ലേടി? ഇരുന്നാട്ടെ. വേണ്ടേ, 7:30 എന്ന് പറഞ്ഞ ആള് കൃത്യം 7:30 തന്നെ വരുമെന്നും കണ്ട് അന്നേരം എടുപ്പിച്ചു വെച്ച ചായ. ഇപ്പോ സൂക്ഷം ഒരു 20-22 മിനിറ്റ് തണുപ്പ് കാണുമായിരിക്കും. ഇതങ്ങ് മാറ്റിയരടി, എന്നിട്ട് വേറെ എടുക്ക്. എന്നാ പറ്റി? ഉറങ്ങിപ്പോയായിരുന്നോ? അതോ നമ്മുടെ വണ്ടി വഴിയിൽ എങ്ങനെ കിടന്നായിരുന്നോ? ഏതാ വാച്ച്? ഏതാ കയ്യിലെ വാച്ചെന്ന്? എന്നാ പറ്റി? ഒമേഗ. പണ്ട് 57 ആദ്യത്തെ വിദേശ സഞ്ചാരത്തിന് പോയപ്പോ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയത് അല്ലേ? അയ്യോടി. അല്ല, 57 എന്ന് പറയുമ്പോ ഇറ്റ്സ് ലോങ് 41 years ഓഫ് സർവീസ്. ഇത്തവണ അമേരിക്കയിൽ പോയപ്പോ ദാ ഈ വാച്ചിന്റെ പേസ് മേക്കറോട് ഒന്ന് മാറ്റി പിടിപ്പിക്കായിരുന്നു നമുക്ക്, ഫോർ ബെറ്റർ പ്രിസിഷൻ. കേട്ടില്ലേടി, നമ്മൾ അമേരിക്കയിൽ പോയത് അക്കത്തിന് നമ്മൾ രണ്ടുപേരോടും ചോദിക്കാതെ നിന്റെ മൂത്തവൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങനൊരു വിദ്വാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്, ഇയാളൊരു കുരുത്തക്കേടുകാരനായിരിക്കുമെന്ന്. ഇല്ലയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നായാലും പോരാൻ നേരത്ത് ഇതിന്റെ ഒരു വിവരം അറിഞ്ഞപ്പോ ഞാൻ എയർപോർട്ടിൽ 2 പുസ്തകം കൂടി വാങ്ങിച്ചു വെച്ചു, തനിക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട്. അമേരിക്കൻ പ്രസ് ലാസ് ലേറ്റസ്റ്റ് എഡിഷൻ, പിന്നെ പോസ്റ്റ് മോഡേൺ തിയറീസ് ഓഫ് പ്രസ് ഫ്രീഡം. നീ എന്റെ അലമാരിന്ന് ആ പൊതിയും എടുത്തോണ്ടാട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കുഞ്ഞച്ചാ, പ്രിയനെ ഒന്ന് കെട്ടിക്കോണേ. കേട്ടു കാണും പ്രിയനെ കുറിച്ച്. കഴിഞ്ഞ ഡോഗ് ഷോയ്ക്ക് ഇവളായിരുന്നു. Come on. Where were you yesterday? കണ്ടില്ലല്ലോ എന്നെ ട്രെയിനീസിന്റെ മീറ്റിംഗില്. അയ്യോ സർ, അത് പിന്നെ ഇന്നലെ വലിയപ്പച്ചൻ, ഐ മീൻ ചീഫ് എഡിറ്റർ ഔതുക്കുട്ടിച്ചാൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദിവസമായതുകൊണ്ട്. മേലാൽ ഏത് വലിയപ്പച്ചൻ വരുന്നു എന്ന് പറഞ്ഞാലും ശരി, be at the office when you are required to. സർ. അല്ലെങ്കിൽ പിന്നെ പാട്ടത്തിൽ ഔതുക്കുട്ടിച്ചായന്റെ ഗ്രാൻഡ് നീസ് ആണല്ലോ ശില്പ മേരി ചെറിയാനെന്നൊന്നും കരുതില്ല നിന്നെ ഞാൻ. I'll simply throw you out of Kerala Rashmi. കേട്ടല്ലോ? സർ. കാണണമെന്ന് വാര്യരോട് പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് വന്ന് കാണണമെന്നാ ഉദ്ദേശിച്ചത്. ഇവനെ രക്ഷിച്ചതിന് നന്ദി പറയാൻ. ഇത് അരവിന്ദനെ ഏൽപ്പിക്കും, എന്നിട്ട് നായരോടൊന്ന് വരാൻ പറയട്ടെ സാറേ. പണ്ടൊരിക്കൽ ബോംബെയിൽ ഒരു 4-5 ദിവസം വന്ന് തങ്ങിയിട്ടുണ്ട് ഞാൻ, തന്റെ അച്ഛന്റെ കൂടെ. അന്ന് വീടും യൂണിയൻ ഓഫീസും പത്രമാഫീസും എല്ലാം കൂടി ചേർന്ന് അന്ധേരിയില് ഇത്രയും പോകുന്ന ഒരു ഒറ്റമുറി കുടിസാ വേണുവേട്ടന്റെ മട. ഓർമ്മ കാടുകല, അന്ന് തീരെ പൊടിക്കുട്ടിയാ താൻ. ബോംബെന്ന് കൽക്കട്ട വരെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഒരുമിച്ചൊരു ട്രെയിൻ യാത്ര. കൽക്കത്തയിലെ എക്സ്ട്രീമിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ഒത്തുചേരൽ. ഒറ്റുകാരന്മാരെയും പോലീസിനെയും പേടിച്ചിട്ട് പാർട്ടി കേഡർമാരും നേതാക്കന്മാരും ഫോട്ടോ എടുപ്പിക്കാനോ കൈവശം വയ്ക്കാനോ പാടില്ല എന്ന് സ്ട്രിക്റ്റ് റൂൾ നിലവിലുള്ള കാലം. അന്ന് പാർട്ടി വിലക്ക് ലംഘിച്ച് രഹസ്യമായിട്ട് എടുപ്പിച്ചതാ രണ്ടാളും കൂടി, ഞാനും വേണുവേട്ടനും. പിന്നീട് ഞാൻ ഈ പത്രം തുടങ്ങി 2ാമതും തടവിൽ പോയ കാലത്ത് കണ്ണൂർ സെൻട്രൽ പ്രസന്റ് മേൽവിലാസത്തിൽ എനിക്കൊരു കത്തയച്ചു വേണുവേട്ടൻ. ബോംബെ മഹാനഗരം വിട്ട് ഞാൻ കേരളത്തിലേക്ക് വരുന്നു, കഴിയുമെങ്കിൽ നിന്റെ പത്രത്തിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തുക. 2 വാചകം, പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും. ഓർക്കുന്നുണ്ടോ മാധവേട്ടൻ? ശേഖരൻ എന്നെ വിവരം അറിയിച്ച് അപ്പൊ തന്നെ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് ടെലിപ്രിന്റർ വഴി ബോംബെക്ക് ഒരു മെസ്സേജ് കൊടുപ്പിച്ചു. പക്ഷേ അത് കൈപ്പറ്റാൻ യോഗം ഉണ്ടായി കാണില്ല വേണുവിന്. കഷ്ടം. നന്നായി. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ കുട്ടി. അവിടെ തിരക്കുന്നുണ്ട് അച്ഛൻ. അവിടെ ആള് വന്നിരിക്കുന്നുണ്ടല്ലോ കാണാൻ. ആളോ? ഏതാള്? അല്ല, നമ്മുടെ മറ്റേ ആളെ അന്നത്തെ അകത്ത്.
നമ്മുടെ മറ്റേ ആ ആളോ ദേ കുഞ്ചുസെ വെറുതെ തോന്നിയാസം പറഞ്ഞാടല്ലോ ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി. എന്ത് വാ ദാ ഇവർ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരിക്കുക. ഒരുപാട് കാലം ഡൽഹി പത്രത്തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന മാവറിക് റിപ്പോർട്ടർ സെലിബ്രിറ്റി ഒന്ന് പരിചയപ്പെടാൻ. അത് കഴിഞ്ഞ് ഇവരുടെ വക ചെറിയൊരു ചായ സൽക്കാരം, ഗ്രൂപ്പ് ഫോട്ടോ. പഴയ ഒരു പത്രസ്ഥാപനം അല്ലേടോ, ചില നാടൻ പതിവുകളൊക്കെ ഉണ്ട് ജാഗ്രതയില്. ആ ഇദ്ദേഹം അച്ഛാ ദാ ഇത് കണ്ടില്ലേ, വല്ലാത്തൊരു കോയിൻസിഡൻസ്. മിസ്റ്റർ നന്ദന്റെ സോറി അച്ഛനെ കുറിച്ച് പുസ്തകം എഴുതാൻ പോണെന്ന്. ആര്? രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ AP നരേന്ദ്രൻ. അടുത്ത വാരാന്ത പതിപ്പ് മുതല് ഖണ്ഡശ. ഇതിപ്പോ ആരും അറിയാണ്ട് പാലക്കാട്ടുനിന്ന് ഫാക്സ് തന്നതാ നാരായണേട്ടൻ. പ്രിയ ശേഖരേട്ടൻ, രാഷ്ട്രഭൂമി മാനേജിംഗ് ഘാതകൻ നരേന്ദ്രന്റെ ഈ മുതലക്കണ്ണീരിന് ഒരു മറുകുറിപ്പ് എഴുതണം. അതിന് ശേഖരേട്ടനെ ജീവിച്ചിരിപ്പുള്ളൂ. സ്വന്തം നാരായണൻ. കണ്ട കൂലിയെഴുത്തുകാരനെയൊക്കെ വെച്ച് ഓരോന്ന് എഴുതി പടച്ചുണ്ടാക്കി ഉളുപ്പില്ലാതെ സ്വന്തം പേരിൽ അച്ചടിപ്പിക്കുന്നതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഈ തന്തയില്ലാത്ത പുസ്തകത്തിന് എന്തെങ്കിലും 4 അവാർഡും കൂടി സംഘടിപ്പിച്ചെടുക്കും ഈ നാണം കെട്ട നരേന്ദ്രകുമാരൻ. എന്നിട്ട് പിന്നെ ഇളിച്ചു പിടിച്ച് രാഷ്ട്രഭൂമിയുടെ നെഞ്ചത്ത് അവന്റെ കിളട്ടുമോന്തായത്തിന്റെ കളർ ഫോട്ടോ, ആരാനും എഴുതി കഴിവേറ്റുന്ന അനുസ്മരണ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ്, അതും കൂടെ അച്ചു നിരത്തി നാട്ടുകാരെ കൊണ്ട് തൊണ്ട തൊടാതെ വിഴുങ്ങിച്ച് കഴിയുമ്പോ തികഞ്ഞു. വിശ്വസാഹിത്യകാരൻ, ചിന്തകൻ, രാഷ്ട്രീയ പ്രവരൻ, ചെറ്റ. നന്ദൻ അറിയൂന്നറിയില്ല. വേണുവേട്ടന്റെ കൊലപാതകളെ രക്ഷപ്പെടുത്താൻ മറാത്താബിൽ ചില പ്രമാണിമാർ ഒരുപാട് പേര് കളത്തിലിറങ്ങുന്നത് കണ്ടപ്പോ മരിച്ചുപോയ CPR, എടത്തട്ട, കേരളലക്ഷ്മിയിലെ വാര്യര്, പിന്നെ ഭാസ്കർ, അന്നത്തെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് MPമാരെ കൊണ്ട് പാർലമെന്റിനകത്ത് വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കാൻ ഒത്തിരി പരിശ്രമിച്ചതാ ഞങ്ങള്. പക്ഷെ ഒടുവില് തുടിമില്ല് മുതലാളിമാരുടെയും ഗിരിജേന്ദ്ര പ്രസാദ് ജെയിനിന്റെയും പിണിയാളായി രംഗത്ത് വന്ന മൂവ് ടോർപ്പിഡോ ചെയ്ത് കളഞ്ഞു ഇവൻ. ഈ പൊന്ന അറിയാം ശേഖരേട്ട, അച്ഛൻ പണ്ട് നാട്ടില് രാഷ്ട്രഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്തെ എനിമിറ്റി അവിടുന്ന് അപമാനിച്ച് പുറത്ത് ചാടിക്കാൻ ഈ നരേന്ദ്രനും സംഘവും ചേർന്ന് ആസൂത്രണം ചെയ്ത ചതികൾ ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥകൾ. ഓരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഡിസ്റ്റർബ് ചെയ്തു തന്നെ. ആ മോളെ വാ, ഇനി നീ തന്നെ പരിചയപ്പെടുത്തി വരെ. ഞാൻ പേരിനൊരു ചീഫ് എഡിറ്ററിനെ ഉള്ളൂ. ഇവളാ ഇവിടുത്തെ തലൈവി. അല്ല കുട്ടി, ഇങ്ങനെ തമ്മിൽ നോക്കി നിൽക്കാനല്ല, പരിചയപ്പെടുത്താനാ പറഞ്ഞ ശേഖരൻ. ഇത് കോനാതിരി മാഷ്, ജാഗ്രതയുടെ 1 and only റോയൽ ഹെറിറ്റേജ്. കേട്ട് കാണും വള്ളുവ കോനാതിരി എന്നൊക്കെ. അതാ കുലം, നല്ല ഉഗ്ര വിഷമുള്ള ഇനം അല്ലേ പക്ഷേ. പിന്നെതാ ഇത് നമ്മുടെ അരവിന്ദേട്ടൻ. അത് അശ്വതി. വേണോന്ന് ചോദിക്കുന്നില്ല അതെനിക്ക്. എന്തു പറ്റി? പണ്ട് തന്റെ അച്ഛനെ കൊണ്ട് റാക്ക് കുടിപ്പിച്ചതാ ഞാൻ, കോഴിക്കോട് വെച്ച്. വേണുവേട്ടന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ കവിള്. അതോടെ ഛർദിച്ച് കുടല് പുറത്തു വന്നു. അപ്പൊ അതാണ് സംഭവം. ചായ സൽക്കാരത്തിന്റെ നടുവില് മുഖ്യാതിഥിയെ കൊണ്ട് പത്രാധിപരിത് എങ്ങോട്ടാ മുങ്ങിയെന്ന് മണം പിടിച്ചു വന്നതാ ഞാൻ എന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ പഴയ ഫ്രണ്ട്, ഫിലോസഫർ, കോമ്രേഡിന്റെ മകനെ ഇങ്ങനെ ഉടലോടെ നേരിട്ട് കൈപ്പറ്റിയതിന്റെ സന്തോഷം. പിന്നെ മറ്റേ നരേന്ദ്രൻ ഇഷ്യൂ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഇമോഷണൽ ഹബ്ബബ്. ഏത് ശിലാഹൃദയനും 2 എണ്ണം വീശി പോകാവുന്ന സിറ്റുവേഷൻ. അതല്ലേ പ്രശ്നം. പക്ഷെ കേട്ടല്ലോ, 2 നിർത്തിക്കോണം, ഫുൾ സ്റ്റോപ്പ്. അതെ, തമാശല്ല കേട്ടോ, പേടിച്ചിട്ടാ. ഇടിയും തൊടിയും പ്രയോഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയൊക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ പോലീസുകാര്. ദാ ഇതിന്റെ ഉള്ളില് ഇനി ഇതും കൂടി. കേട്ടോ നന്ദൻ, അറിയാമല്ലോ, നാട്ടു നടപ്പനുസരിച്ചുള്ള ഉപചാരങ്ങളും എറ്റിക്കറ്റ്സും ഒക്കെ ശീലിച്ച് വശമാക്കുന്നതിന് മുമ്പേ വല്ലാതെ കട്ടിപിടിച്ചു പോയൊരു മനസ്സാ എനിക്ക്. എങ്കിലും കേൾക്കുമ്പോ ഒരു ഭംഗിവാക്കിന്റെ ചുവ തനിക്ക് തോന്നിപ്പോയാല് വിട്ടുകളഞ്ഞേക്കണം, മറന്നേക്കണം. അല്ല ദാ ഒരിക്കൽ ഈ ജാഗ്രതയിലെ ചീഫ് എഡിറ്ററുടെ കസേര ഒരുക്കി വെച്ചിട്ട് കാത്തിരുന്നതാ ഞാൻ നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. പക്ഷെ വേണുവേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് പീഠമിട്ട് ആദരിച്ചിരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാതെ പോയി. നന്ദൻ, താൻ ഇന്നോളം പരിചയിച്ചിട്ടുള്ള പടുകൂറ്റൻ പത്രങ്ങളുടെ പ്രചാരവും പകിട്ടും ഒന്നും ഒരു കാലത്തും ഉണ്ടാവില്ല എന്റെ ഈ പാവം പത്രത്തിന്. പക്ഷേ കേരളലക്ഷ്മി അതുപോലുള്ള വമ്പൻ സെറ്റപ്പുകളും മടുത്തൂന്ന് എപ്പോഴെങ്കിലും തനിക്ക് തോന്നിപ്പോയാല് വേണുവേട്ടന്റെ ചോരയല്ലേടോ അങ്ങനെ തോന്നും, ഉറപ്പാ എനിക്ക്. അങ്ങനെ തോന്നുമ്പോ തനിക്ക് ഇവിടേക്ക് പോരാം.
പോരണം. ശേഖരേട്ടാ, ഞാൻ വേണുവേട്ടന് വേണ്ടി ഒരിക്കൽ ഞാൻ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു വെച്ച കസേര എന്നും നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എപ്പോ വേണമെങ്കിലും നിനക്കത് ഏറ്റെടുക്കാം. ശേഖരൻ മരിച്ചു കഴിഞ്ഞിട്ടായാൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനു മുമ്പ്. എന്താടി, ജാഗ്രതയുടെ ഒരേ ഒരു അനന്തരാവകാശിക്ക് പരാതി വല്ലതും ഉണ്ടോ എന്റെ ഈ തീർപ്പില്? എടി ഉണ്ടോന്ന്? ആ, ഒരു ലേശം, ഒരു ഇത്തിരി, ഒരു കുഞ്ഞുറുമ്പിന്റെ അത്രേ. അമ്പടി കള്ള കഴു അടി. സോറി. ഹലോ, ആരാണ്? ആ സി ഐ ഹരിദാസ് ആണ്. ശേഖരേട്ടനില്ലേ അവിടെ? ഒരു സെക്കൻഡ്. ആരാട്? സി ഐ ഹരിദാസ കൊടുക്കുന്നേ. ആ പറയടോ. ആ താൻ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ ദേ പുറപ്പെടുന്നു. അരവിന്ദൻ, ഫ്രണ്ട് പേജിൽ മെയിൻ സ്റ്റോറിക്ക് ഒരു 6x15 സ്പേസ് ഇട്ട് വേണം പേജ് സെറ്റ് ചെയ്യാൻ. അല്ല ശേഖരേട്ടാ, വേണോടോ, ഞെട്ടിക്കുന്ന ചില കഥകളുണ്ടാവും നാളത്തെ ജാഗ്രതയില്. രാത്രി വൈകാതെ ഇങ്ങെത്തും ഞാൻ, മോളോടൊന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തോടോ വിയർക്കുന്നേ? ഒന്നുമില്ല. ശരി വഴി. ആ ഹലോ, വെൽക്കം സാർ. ഞാൻ പറഞ്ഞില്ലേ ശേഖരേട്ടൻ, മിസ്റ്റർ കെ കെ നമ്പ്യാർ. ആ അങ്ങനെ ജ്ഞാനസ്നാനം ചെയ്ത് ശേഖരന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഖദറുകുപ്പായക്കാരൻ അരവിന്ദനൊടുവിൽ മാനസാന്തരം. നന്നായി. മിടുക്കൻ. നീയല്ല, ദേ ഇയാള്, ഈ ഹരിവംശിലാൽ. ശേഖരന്റെ ജാഗ്രതയിൽ നിന്ന് നിന്നെപ്പോലെ രക്തഗുണമുള്ളൊരു ചാരനെ ഇങ്ങനെ വലവീശി പിടിച്ചതിന്. ദാ കഴിക്ക. പറയടാ, എന്നിട്ടിപ്പോ എവിടെ ഉണ്ടാവും നിന്റെ ശേഖരേട്ടനും ഹരിദാസും? അല്ല അത് ആണ്ടവൻ ഹരിദാസിന്റെ മാളങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ ആൾക്കാർ, അല്ലേ? ആമാ. Then come on, trace them. കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് പഴയ കസ്റ്റംസ് ഗാർഡ് മുഹമ്മദ് ഉണ്ണി അടക്കം ഇപ്പോഴീ വിൻസെന്റ് പീറ്റർ വരെ 9 കൊലപാതകങ്ങൾ. ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ട വേറെ പലതും ചേർത്ത് കുറേയേറെ കോടികളുടെ ഇടപാടുകൾ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട് വിശ്വാസിന്റെ പേരിൽ, അല്ലേ? അതെ. വിശ്വനാഥനും ആണ്ടവനും പന്നലാൽ സേട്ടിനുമെതിരെ സകല സത്യങ്ങളും കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ഇവൻ തയ്യാറാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലീൻ കേസ്, അല്ലേ ഹരിദാസ്? യെസ്. അപ്പൊ നാളെ മുതൽ ഇവൻ ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്ന അനുഭവ കഥകളും വിശ്വനാഥന്റെ വീരകൃത്യങ്ങളും ജാഗ്രതയിൽ അച്ചടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാൽ കോടതി. ദാ ഈ ടേപ്പ് ഞാൻ തന്നെ സൂക്ഷിക്കും. കോടതിയിൽ ഹാജരാക്കുന്നവരെ ഇവനെ ഹരിദാസും. ബട്ട് ശേഖരേട്ടാ, ഇവനെ വി വിൽ കീപ് ഹിം. നോ, അല്ലെങ്കിൽ തന്നെ വെറുതെ ആ പാവം വിൻസെന്റ് പീറ്ററിനെ കൊണ്ട് കുരുതി കൊടുത്തില്ലേടോ നിങ്ങള്. ഇവൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിഴയ്ക്കാൻ വേണ്ടി പലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യജീവനായി ഇതും കൊലയ്ക്ക് കൊടുക്കാതെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്കും ദാ ഇവനും. പാടോ പാടോ.